പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ധ്യാനം നമ്മൾ പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആരംഭിക്കാം. കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനം മൂടത്തക്കവണ്ണം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് കൃപാസനത്തിന് മീതെയുള്ള കെരൂബുകൾ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ ആർക്കും നേരിട്ട് കാണാനാവില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയാൻ പല പ്രതീകങ്ങൾ ഉപയോഗിക്കാറുണ്ട് പല മതങ്ങളിലും. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്, ഇന്നും ആ വെളിപ്പെടുത്തി തുടരുകയും ചെയ്യുന്നു. ദൈവം നിർണായകമായ രീതിയിൽ മാനവചരിത്രത്തിൽ ഇടപെട്ടത് ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൊണ്ടാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു, സീനായ് മലയുടെ താഴ്വാരത്ത് വെച്ച്. ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ കൽപ്പലകകളിൽ എഴുതി ആ കൽപ്പലകൾ സൂക്ഷിക്കാനായി ഉടമ്പടിയുടെ പേടകം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ സ്വർണ്ണത്തകിട് അടിച്ചു പരത്തിയിരുന്നു. അത് സിംഹാസനമായി കണക്കാക്കപ്പെട്ടു. ആ സിംഹാസനത്തിൻ്റെ ഇരുവശത്തുമായി ചിറക് വിരിച്ചു നിൽക്കുന്ന കെറൂബുകളുടെ പ്രതിമകളും ഉണ്ടാക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ഈ കെരൂബുകളുടെ മധ്യേയുള്ള സിംഹാസനം ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായി അവർ കണ്ടു. പേടകം കൂടാരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ദൈവത്തെ കണ്ടെത്താൻ അവസരം നൽകുന്ന സ്ഥലമെന്ന രീതിയിൽ സമാഗമ കൂടാരം എന്നൊരു പേരുണ്ടായി. സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരുന്ന പേടകം പിന്നീട് സോളമൻ ദേവാലയം നിർമ്മിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. അതിവിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച പേടകത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതിയ പലകകൾ, മരുഭൂമിയിൽ വെച്ച് ദൈവം നൽകിയ സംരക്ഷണത്തെ അനുസ്മരിപ്പിക്കുന്ന മന്ന, അഹ്റോന് ദൈവം നൽകിയ നേതൃസ്ഥാനത്തെ അനുസ്മരിപ്പിക്കുന്ന തളിർത്ത വടി. ഇത് 3 ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ഈ പേടകമാണ് അവരുടെ കേന്ദ്രമായിരുന്നത്. പേടകം അതിവിശുദ്ധ സ്ഥലത്തിരിക്കുകയും ആർക്കും കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് ഇസ്രായേൽ ജനം എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഈ പേടകത്തിന് മുകളിലുള്ള കൃപാസനത്തെയാണ്, ആ കൃപാസനത്തിന് മുകളിലുള്ള കെരൂബുകളുടെ ചിറകുകളെയാണ് ദൈവത്തിൻ്റെ ചിറകുകളായി പിന്നീട് സങ്കല്പിച്ചത്. ആ ചിറക് വീഴുന്ന നിഴൽ ദൈവത്തിന് തണലായി സങ്കല്പിക്കപ്പെട്ടു. ദൈവം സംരക്ഷണം നൽകും. ദേവാലയത്തിൽ വസിക്കുന്ന ദൈവം എന്ന ചിന്ത വന്നു. പിന്നീട് ദേവാലയം നശിപ്പിക്കപ്പെട്ടു, പേടകവും നഷ്ടപ്പെട്ടു. എന്നാലും കെറൂബുകളും ദൈവത്തിൻ്റെ ചിറകും തണലും ഇന്നും ഒരു പ്രതീകമായി നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നതാണ് ഈ ചിറകും തണലും. ദൈവത്തിൻ്റെ സംരക്ഷണം ഇന്നും നമുക്കുണ്ട്. പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ പേടകത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കൗദാശിക സാന്നിധ്യം സൂക്ഷിക്കുന്ന സക്രാരി നിലനിൽക്കുന്നു. ആ സക്രാരിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തന്നെയുമല്ല, അവിടുന്ന് എല്ലായിടത്തും സന്നിഹിതനാണ്. ആ സാന്നിധ്യം നമുക്കിന്ന് അനുഭവവേദ്യമാകട്ടെ. അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ആമേൻ. താങ്ക് യു.